യുക്രൈനിലെ കീവിയിൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ വെയർഹൌസിൽ റഷ്യ മിസൈൽ പതിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ യുക്രൈൻ എംബസിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ കുസുമിന്റെ വെയർഹൌസിലാണ് മിസൈൽ പതിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ബിസിനസ്സുകളെ മനഃപൂർവ്വം ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നാണ് ഇപ്പോൾ യുക്രൈന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. ഇന്ത്യയുമായി പ്രത്യേക സൗഹൃദം അവകാശപ്പെടുമ്പോൾ തന്നെ മോസ്കോ മനഃപൂർവ്വം ഇന്ത്യൻ ബിസിനസ്സുകളെ ലക്ഷ്യമിടുകയാണ്. കുട്ടികളും പ്രായമായവർക്കും വേണ്ടിയുള്ള മരുന്നുകളാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ യുക്രൈൻ എംബസി എക്സിൽ കുറിച്ച വിവരങ്ങളാണിത്. റഷ്യൻ ആക്രമണത്തിൽ കീവിലെ ഒരു പ്രധാന ഫാർമയുടെ വെയർഹൌസ് നശിപ്പിച്ചതായി യുക്രൈനിലെ UK അംബാസിഡർ മാർട്ടിൻ ഹാരിസും വ്യക്തമാക്കി. റഷ്യൻ ഡ്രോണുകളാണ് ആക്രമണം നടത്തിയതെന്ന് മിസൈൽ അല്ലെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഊർജ്ജ സ്ഥാപനങ്ങൾക്ക് നേരെ യുക്രൈൻ 5 ആക്രമണങ്ങൾ നടത്തിയതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ വ്യവസായി രാജീവ് ഗുപ്തയുടെ ഉടമസ്ഥതയിലുള്ള കുസും യുക്രൈനിലെ ഏറ്റവും വലിയ ഫാർമ സ്ഥാപനങ്ങളിൽ ഒന്നുകൂടിയാണ്. അടിസ്ഥാന മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനാൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ യുക്രൈനിലുടനീളം നിർണായകമാണ്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരോ റഷ്യയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. റഷ്യ യുക്രൈൻ യുദ്ധം ഇനിയും അവസാനിക്കാത്ത സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ബിസിനസ്സുകാർക്ക് പോലും യുക്രൈനിൽ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. യുക്രൈനിൽ ഇനിയും യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ അത് വലിയ ഭീഷണി നിലനിർത്തും എന്നുള്ളതും തീർച്ചയാണ്. അമേരിക്ക ഇപ്പോൾ യുക്രൈനെ സഹായിക്കുന്നതിന് വേണ്ടിയും വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴും ഇപ്പോഴും അതിനെതിരെ നിൽക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങളും. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിലാണ് യുക്രൈനിൽ ഇപ്പോൾ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യവുമായി റഷ്യ വളരെയധികം സൗഹൃദം പുലർത്തുന്നുണ്ട്. എന്നാൽ പോലും റഷ്യയുടെ തീരുമാനത്തെക്കുറിച്ച് ഇപ്പോഴും വ്യാകുലതകൾ നിറയുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ബിസിനസ്സുകാർക്ക് പോലും യുക്രൈനിൽ സുരക്ഷിതമായി നിലനിൽക്കാൻ സാധിക്കുന്നില്ല. അമേരിക്ക പോലുള്ള രാജ്യം യുക്രൈനെ തകർക്കുന്നതിന് വേണ്ടിയാണോ അതോ റഷ്യനെ തകർക്കുന്നതിന് വേണ്ടിയാണോ ഈ പരിശ്രമിക്കുന്നത് എന്നുള്ളതും വ്യക്തമല്ല. ഇനിയും അവസാനിക്കാത്ത യുദ്ധം മൂലം പല രീതിയിലുള്ള ഭീഷണി ഇപ്പോൾ യുക്രൈനിൽ നിലനിൽക്കുകയാണ്. രാജ്യത്ത് ഇനിയും ഇത്തരത്തിലുള്ള ഭീഷണി നിലനിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ രാജ്യങ്ങൾ രണ്ടും വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങും എന്നുള്ളതും തീർച്ചയാണ്. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് 3ാം ലോക മഹായുദ്ധം ആകുമെന്നും അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇനിയൊരു 3ാം ലോക മഹായുദ്ധത്തിന് വഴിയൊരുക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ യുദ്ധങ്ങളെല്ലാം അവസാനിക്കുകയും രാജ്യങ്ങൾ സൗഹൃദത്തിൽ തുടരുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.